പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പ്ലാവിന് അർഹമായ സ്ഥാനം കൊടുത്ത് കസേരയിലൊക്കെ ഇരുത്തി അതിനെ പ്രതിഷ്ഠിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തെങ്ങും തൈ അധികം പൊക്കമില്ലാത്ത തെങ്ങാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നട്ട് നോക്കാം, 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നോ. അപ്പം ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പം ആ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും വൃക്ഷത്തൈകൾ നമ്മൾ നടുക. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പ്ലാവും ഒരു തെങ്ങും തൈയും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം പപ്പ റിട്ടയർഡായി വന്നതിൻ്റെ ആ ദിവസം തന്നെ ഇവിടെ നഴ്സറിക്കാരനാണെങ്കിൽ പ്ലാൻ തൈകളും അതുപോലെ തന്നെ എല്ലാ തൈകളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു വിയറ്റ്നാം ഏർലി പ്ലാവും വാങ്ങിച്ചു, ഒരു കുള്ളൻ തെങ്ങും തൈയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നടാൻ പോകുന്നത്. ഇപ്പം പപ്പ സർവീസിൽ നിന്നൊക്കെ വിട്ടു വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പം നമുക്കിനി തെങ്ങും തൈയും അതുപോലെ തന്നെ ഈ പ്ലാവ് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ നടണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിങ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഈ പ്ലാൻ തൈ നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വേസ്റ്റും അതായത് നമ്മൾ തൂത്തുവാരുന്ന കരിയിലൊക്കെ കത്തിക്കുന്ന ഒരു റിങ്ങായിരുന്നു. അപ്പോൾ അതെടുത്ത് നമ്മൾ മുറ്റത്തിൻ്റെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് അതിനകത്ത് നമ്മൾ ഈ പ്ലാവ് നടാനാണ് തീരുമാനം. അപ്പോൾ ഇതിനെ ഉരുട്ടി ഇനി നമ്മൾ മുറ്റത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ റിങ് തറഞ്ഞിരിക്കുകയായിരുന്നു ഇവിടെ. അപ്പോൾ ഒരു തടിയൊക്കെ വെച്ചിട്ട് അതിന് 4 ചുറ്റിനുള്ള മണ്ണുമൊക്കെ മാറ്റിയതിന് ശേഷം ആ റിങ്ങിനെ ഇനി പൊക്കിയെടുത്തിട്ട് നമുക്ക് മുറ്റത്തോട്ട് ഉരുട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മുടെ റിങ് നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഉരുട്ടി നമ്മൾ മുറ്റത്തോട്ട് കൊണ്ടുപോകാം. അപ്പം 2-3 പേരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്കാവുന്നിടത്തോളം നമുക്കങ്ങ് ഉരുട്ടാം. പപ്പ ശ്രദ്ധിച്ചോണം, കൈയും കാലൊന്നും പോവല്ലേ. അപ്പം പപ്പയും എബിനും കൂടെ ഇങ്ങനെ ഉരുട്ടി നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളവിടെ കൊണ്ടുവച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പം നമ്മൾ റിങ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ വയ്ക്കുക. അവിടെ എല്ലാം നല്ലതുപോലെ പുല്ലൊക്കെ ഒന്ന് കളയും. അപ്പം നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ അവിടെ പുല്ലൊന്നും കാണത്തില്ല, എങ്കിൽ തന്നെയും നമ്മുടെ ഒരു മനസ്സമാധാനം അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് നിരപ്പാക്കിക്കൊണ്ട്, അപ്പോൾ നമ്മുടെ റിങ് അവിടെ ഇരിക്കുന്നിടം നല്ലൊരു നിരപ്പായിരിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തെക്കേ ഭാഗത്തോട്ടാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഭാഗമെന്നൊന്നുമില്ല, നമുക്ക് എവിടെയാണോ നമ്മുടെ പ്ലാവ് നിൽക്കാനായിട്ട് അനുയോജ്യമായ സ്ഥലം, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ കായ്ഫലമൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെയിലുള്ള ഭാഗത്ത് വേണം ഇത് നടാനായിട്ട്. പിന്നെ റിങ് നേരെ അങ്ങോട്ട് പിടിച്ച് വെച്ചതിന് ശേഷം കൈ മാറ്റി പിടിച്ചോ. പിന്നെ നമ്മുടെ റിങ് ഉണ്ട് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ചേർക്കേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്ലാവും തൈയും നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ പ്ലാവിന് അർഹമായ സ്ഥാനം കൊടുത്ത് കസേരയിലൊക്കെ ഇരുത്തി അതിനെ പ്രതിഷ്ഠിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് ഞാനും മിനിയും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നാളത്തെ തലമുറ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലൊന്നും കാണാനില്ല. പണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വെച്ച തെങ്ങാണ് നിൽക്കുന്നത്. അവർ നട്ട് ഇന്നും നമ്മളതിൻ്റെ തേങ്ങ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പലതും ചെയ്യാനിരിക്കുന്നു. ഇപ്പോൾ തേങ്ങ കിട്ടുന്നതിനൊക്കെ അധികം നമുക്ക് വേണ്ട നിത്യാന്താവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വായുവാണ്. മലിനമില്ലാത്ത വായു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എങ്കിലേ നമ്മൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുത്ത് വരുത്തുള്ളൂ. ഇപ്പോൾ ഈ പാതവികസനവും മറ്റുള്ള കാര്യങ്ങളും പിന്നെ എയർപോർട്ടും ഇതൊക്കെ വന്നത് കാരണം മരങ്ങൾ വെട്ടി തീർത്തോണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾക്ക് ആയ രീതിയിലെങ്കിലും ഒരു മരമെങ്കിൽ ഒരെണ്ണം നമ്മൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയോട് നമ്മൾ സഹകരിക്കുക. ഓക്കെ, ശരി. ഞങ്ങൾ ഇതിനെ വീണ്ടും കസേരയിൽ കൊണ്ടുപോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇത്രയും വലിയൊരു ഗ്രോ ബാഗാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗ് നിറച്ചും മണ്ണും വളമൊക്കെ നിറച്ചാണ് ഈ പ്ലാവ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ തറയിൽ നിന്ന് പൊക്കി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അതിനടിക്കോട്ട് നമ്മളൊരു ചാക്കൊക്കെ കയറ്റി നമ്മുടെ കസേരയ്ക്കകത്തോട്ട് സിംഹാസനസ്ഥനാക്കിയതിന് ശേഷം നമ്മളിനി പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. നല്ല അടിപൊളി മുടിഞ്ഞ വെയിറ്റാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ മാത്രം ചെയ്താൽ പോരാ. ഇപ്പോൾ എല്ലായിടത്തും അപ്പൻ്റെ അമ്മയുടെ സഹകരണ കൈ വെക്കുന്നതോടൊപ്പം മക്കളും കൂടെ അതിനൊരു കൈത്താങ്ങായി മാറുകയെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യം ജീവിതത്തിലില്ല. ഇതിനെ നമ്മൾ അവരുടെ പുതിയ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ തെങ്ങിനെ ഈ പ്ലാവിനെ ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. തെങ്ങ് വേറെ ഇരിപ്പുണ്ട്. ഓക്കെ, ശരി. ഓക്കെ. അപ്പം ബഡ് ചെയ്ത തൈ ആയതുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിന് മുകളിലിരിക്കണം.
അപ്പം ആ ഗ്രോ ബാഗിൻ്റെ ആഴം നമ്മൾ എത്രമാത്രം മണ്ണ് ആ ഗ്രോ ബാഗിനകത്തുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ കുഴി ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പം നമ്മൾ ഈ പ്ലാവ് നടുന്നതിന് വേണ്ടിയിട്ട് ട്രൈക്കോഡർമ എടുത്തിട്ടുണ്ട്, അതുപോലെ മണൽ, കുറച്ച് കരി എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടിയാണ് എടുത്തിട്ടിരിക്കുന്നത്, പിന്നെ മണ്ണ്, തൊണ്ട്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പ്ലാവ് കുഴിച്ചിടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു സമ്പൂർണ്ണ ജൈവ കുമിൾ നാശിനിയാണ് നമ്മുടെ ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കുറച്ചെടുത്തോണ്ട് നമുക്ക് ഈ കുഴിക്കകത്തോട്ട് ചുറ്റിനും ഒന്ന് ചെതറി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മണലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് മണലും ഇതിനകത്തോട്ട് ചുറ്റിനും അങ്ങോട്ട് ഇടാം. ഈ പ്ലാവ് ഇതിനടുത്തായിട്ട്, വീടിന് തൊട്ടടുത്തായിട്ട്, മതിലിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകാം, ഈ പ്ലാവ് ഒത്തിരി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനും ഒക്കെ പ്രശ്നമാകുമെന്ന്. പക്ഷേ കൊണ്ടുവന്ന ആൾ പറഞ്ഞേക്കുന്നത് അധികം വളരത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് കാണാം ആ വിത്തുകൾ കളയൊക്കെ ആവാനുള്ള ആ ഓരോ തുടക്കമാണ് ഇതിൻ്റെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വളരത്തില്ല, ഒരു കുറ്റി പ്ലാവായിട്ട് ഇത് നിൽക്കും. മാത്രമല്ല ഇതിന് സീസണില്ല, എപ്പോൾ വേണമെങ്കിലും ചക്ക കായ്ക്കാന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ പ്ലാവിനുണ്ട്. നമുക്കറിയത്തില്ല നമുക്ക് ഫലപ്പെടുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും നമ്മുടെ മുമ്പിൽ നമ്മളൊരു ഇനീഷ്യേറ്റീവാണ് ആദ്യമായിട്ട് ഒരു ചെറിയ പ്ലാവ് നടന്നു. അതെങ്ങനെ പണ്ടൊക്കെ നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ വലിയ വലിയ പ്ലാവുകളാണ് നട്ടത്. പക്ഷേ ഈ ഒരു ചെറിയ പ്ലാവ് വെച്ച് ഒന്ന് പരീക്ഷിക്കുകയാണ്, വിജയിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാവിനെ കുഴിയിലിറക്കിയതിന് ശേഷം നമുക്ക് ഈ കവർ അങ്ങ് കട്ട് ചെയ്യണം. കവർ വെച്ചേക്കേണ്ട കാര്യമില്ല. ഈ കവറിനകത്ത് അങ്ങനെ ഇരുന്നാൽ പിന്നെ വേരോട്ടമൊന്നും അധികം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങെടുത്ത് മാറ്റാം. മണ്ണൊക്കെ അതുപോലെ അങ്ങ് ഇരുന്നോട്ടെ. മണ്ണിനെ ഒന്നും നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ മണ്ണെന്തെങ്കിലും ചെയ്താലും ഇനി നമ്മുടെ പ്ലാവ് പോയാലോ. ഇങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ മണ്ണ്. അപ്പോൾ നമ്മൾ തറയിൽ വെച്ചേക്കുന്നതുകൊണ്ട് എന്തായാലും മണ്ണൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് പൊടിഞ്ഞ് പൊയ്ക്കോളും. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. കരിക്കട്ട നമ്മളിവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം മരങ്ങൾ നേരത്തെ ആവശ്യമില്ലാത്ത എന്തോയിരുന്നു മഹാഗണി നിന്ന് മുറിച്ചതിൻ്റെ വേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് അപ്പോൾ ഒരു ദിവസം കത്തിച്ചത്, നമ്മൾ ഓർക്കിഡിനൊക്കെ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചായിരുന്നു വേര്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നാല് ചുറ്റിനും അങ്ങോട്ട് ഈ കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ നല്ലതുപോലെ അങ്ങ് പൊയ്ക്കോളും. അപ്പം കുറച്ച് തൊണ്ടും കൂടെ നമുക്ക് അതിന് ചുറ്റിനും വെക്കാം. അപ്പം തൊണ്ടും നിരത്തി കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ വളങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ളതായ വളങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് വളർന്ന് വരുന്നതിന് ശേഷം നമുക്ക് പിന്നെ ചേർക്കാം. അപ്പം ഇതിനകത്ത് കുറച്ച് വേപ്പൻ പിണ്ണാക്കും ഉണ്ടെങ്കിൽ ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ കൈവശം വേപ്പൻ പിണ്ണാക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. നമുക്ക് അതൊക്കെ അതിന് പുറകാലേ ഇടാം. അപ്പുറത്തോ ഇടും. അപ്പം അടുത്തതെന്ന് വെച്ചാൽ ഇനി ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ചാണകപ്പൊടിയുടെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. മണ്ണും മണലും ജൈവവളവും എല്ലാം കൂടെ ഒരു നിശ്ചിത അളവിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് വാരി ഇടണമെന്നല്ല പറയുന്നത്, അത്യാവശ്യം വേണം. ഇനി കുറച്ച് ഓട്ടിൻ കഷ്ണം കിടപ്പുണ്ട്, അതുകൂടെയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് എയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേര് ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഇത് ഓട് ചുടുകട്ട ഇതൊക്കെ ഇടുന്നത്. കുറച്ച് ചരലും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 4 ചുറ്റിനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്ലാവിൻ്റെ പരിപാടി കഴിയും. അവിടം വരെ ഈ ഭാഗം വരെയും വേണം കേട്ടോ. ഇതിന് മുകളിലോട്ട് എന്തായാലും മണ്ണ് പോകരുത്, അവർ തന്നത് മാതിരി തന്നെ നിൽക്കണം. അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് തട്ടിയിട്ട മണ്ണായിരുന്നു കേട്ടോ. കുറച്ച് അരഭാഗം മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ തട്ടിയിട്ടിട്ട് ഇവിടെ വെച്ചിരിക്കുമായിരുന്നു.
അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒരു ലെവലാക്കി അങ്ങ് വെക്കുക. ഇതിൻ്റെ ഇലയൊക്കെ വാടുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കരുത്. ഇപ്പം കുറച്ച് പേര് ഇപ്പോൾ ഈ അടുക്ക തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ ഇലയൊക്കെ പഴുത്ത് പോയിട്ട് എല്ലാ ഇലയും ഇങ്ങനെ അങ്ങ് വാടി വാടി പോയിട്ട് ഇപ്പം കമ്പ് മാത്രമേ ഉള്ളൂന്ന്. അപ്പം നമ്മൾ ഒരു ഇലയെങ്കിലും പഴുത്തത് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേ അങ്ങ് പറിച്ച് മാറ്റിക്കളയാം. നമ്മുടെ പച്ചക്കറിയുടെ പോലെ തന്നെ ഇപ്പോൾ ഒരാളും മഞ്ഞിച്ച് കണ്ടാൽ എല്ലാവർക്കും മഞ്ഞിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് കാണുമ്പം തന്നെ അതങ്ങ് പറിച്ച് മാറ്റിയേക്കാം. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 20 ഗ്രാം സുഡോമോണോസ് എടുത്തിട്ട് ചാണകവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു മാസത്തിൽ 1 തവണയെങ്കിലും ചാണകവെള്ളത്തിൽ ഫിഷ് അമ്മനും കൂടെ ഇതിനകത്ത് ചുവട്ടിൽ തളിച്ചു ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാവിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ കീടങ്ങളുടെ ശല്യമൊന്നുമില്ലാതെ, അതിൻ്റെ വേരിനൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓരോ പ്രാവശ്യവും ഞങ്ങൾ നട്ടിട്ടുള്ളതായ ഓരോ ഫ്രൂട്ട്സാണ്. ഇപ്പം നമ്മുടെ റംബൂട്ടാനൊക്കെ വളരെ ചെറുപ്പമാണ്, 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് കണ്ട കായൊക്കെ പഴുത്ത് നിൽക്കുന്നു. അപ്പം കണ്ടായിരുന്നോ? നമ്മുടെ പറിച്ചോർണോണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ആരാടാ ഇതൊക്കെ വളർത്തുന്നത്, എങ്ങനെയാണ് ഇതിനെ വളർത്തുന്നതെന്നുള്ളത്. ഇറ്റ് സിമ്പിൾ. നമുക്ക് വളർത്തുക, ലിറ്റിൽ കെയർ ഉണ്ടെങ്കിൽ ഇതിനെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കുക. ഇത് കുഞ്ഞൊരു മരമാണ്, 2 വർഷം കഴിഞ്ഞത്. ഇത്രയും കായ താഴെ നമുക്ക് പറിച്ചെടുക്കാം അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കായൊക്കെ തിന്നുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതുപോലെ കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ട്. നമുക്ക് എന്തായാലും വീട്ടിലുണ്ടല്ലോ, ഇനി നമുക്ക് കുറേ നട്ടുപിടിപ്പിക്കാം. ഇത് മാത്രമല്ല നമുക്കുള്ളത് ഇലിമ്പിക്കയുണ്ട്, മൾബറി ഉണ്ട്, ഉണ്ട്, മൾബറി ഉണ്ട്, പപ്പയ്യ ഉണ്ട്, മുള്ളാത്തിയുണ്ട്, സീതാഫലുണ്ട്, ആത്തക്കയുണ്ട്, നമ്മുടെ പേരക്കയുണ്ട്, ചിക്കു നട്ടിട്ടുണ്ട്, മാങ്ങയുണ്ട്. ഇല്ലാത്തതൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നാലും എല്ലാം അല്ല, ഇതൊക്കെ ഇഷ്ടംപോലെ നട്ടുപിടിപ്പിക്കാം. നമ്മൾ ഇച്ചിരി മനസ്സ് വെച്ച് കഴിഞ്ഞ് ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, സ്ഥലം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്താണ് ടെറസിലും ഒക്കെ വെക്കാം. ഒരു ചെറിയൊരു മനസ്സുണ്ട് നടത്തണമെന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ പരിസ്ഥിതി എല്ലാവരെയും ആശംസിക്കുന്നു. ഇത് നോക്ക്, ഹായ് രണ്ടോ നിൽക്കുന്നത്. അപ്പം നമ്മൾ തെങ്ങും തൈയും നടാനായിട്ട് പോവുകയാണ്. അപ്പം അതിനും അധികം പൊക്കമൊന്നും ഇല്ലാത്തതും 2-3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് അതും കൂടെ നടാം. അപ്പോൾ അതിനകത്ത് നമ്മൾ വലിയ തടമൊന്നും എടുക്കുന്നില്ല, കുഞ്ഞൊരു തടമാണ് എടുക്കുന്നത്, കുഞ്ഞൊരു കുഴി. അതിനെ നമുക്കങ്ങ് മൂടി വയ്ക്കാം. എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇലയൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ ഇത്ര ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പം തെങ്ങും തൈ നടാനായിട്ട് സ്വല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 10 ഗ്രാം ഉപ്പ് കാണും. 1 കിലോയോളം മണലെടുത്തിട്ടുണ്ട്, 1 കിലോയോളം ചാണകപ്പൊടിയുണ്ട്, 1 പിടി എടുത്താൽ മതി. നമ്മൾ ചാരം കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. നമുക്കിതെല്ലാം കൂടെ കുഴിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മണലങ്ങോട്ട് ഇട്ടു, ഉപ്പിട്ടു. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടാം, സ്വല്പം ചാരം കൂടെ ഇട്ട് കൊടുക്കാം, മതി. അപ്പോൾ ഇനി നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കണം. എല്ലാം കൂടെ ഒന്ന് കിളച്ച് മറിച്ച് മണ്ണും വളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ തെങ്ങും തൈ. അധികം പൊക്കമില്ലാത്ത തെങ്ങാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നട്ട് നോക്കാം. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നോ? അപ്പം 3 ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും 50 വർഷം നോക്കിയിരിക്കണ്ടല്ലോ. ചക്ക കായ്ച്ചു വരണം. ചക്ക കായ്ച്ചു വന്നുമ്പം പിന്നെ ആരും പറയാതെ ചക്കയ്ക്ക് ഇനി ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇനി തേങ്ങ വേണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോടെ കണക്കാക്കിയാണ് നമ്മൾ ചക്കയ്ക്ക് അത് നല്ലപോലെ കറിയാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഇല്ലാന്ന് പിന്നെ പിള്ളേർ പറയരുത് അല്ലയോ? ആ ഒരു ഉദ്ദേശത്തോടാണ് ഈ തെങ്ങോടെ നമ്മൾ അപ്പം പ്ലാവ് മാത്രം ഇതിനെ നട്ടിട്ട് പോയത്, എന്താ തേങ്ങ ഇനി ആരും ചോദിക്കുന്നതിനൊക്കെ നല്ലത് നമ്മൾ എല്ലാം ഉദ്ദേശിച്ച് ആദ്യമേ തന്നെ മുമ്പിൽ കണക്കാക്കിക്കൊണ്ട് തേങ്ങ പ്ലാവും തെങ്ങും കൂടെ വെച്ച് കൊടുക്കുകയാണ്. പിള്ളേർക്ക് വേണ്ടിയിട്ടാന്നേ 2 ഗുണം ഇതുള്ള ഒരാശംസയോടെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മിനിയമ്മയുടെ ചേനത്തോട്ടത്തിലാണ്. ചേനത്തോട്ടത്തിൽ നിങ്ങൾക്ക് സൈഡിലെല്ലാം നിങ്ങൾക്ക് ചേനകൾ കാണാം. ഈ ചേനകളെയൊക്കെ സാക്ഷിയാക്കി, നമ്മുടെ മറ്റ് മരങ്ങളെയൊക്കെ സാക്ഷിയാക്കി ഈ തെങ്ങിനെ നമ്മൾ കുഴിയിലേക്ക് ഇറക്കുകയാണ്. അപ്പം നമ്മുടെ കവറൊക്കെ പൊട്ടിച്ച് ആ സംഗതികളെല്ലാം കൂടെ അതിനകത്തോട്ട് തന്നെ അങ്ങ് നീക്കിയിട്ടിട്ട് നമുക്കതിനെ അങ്ങ് മൂടാം. ഇതിൻ്റെ ഇത്രയും ഭാഗം മുകളിലോട്ടിരിക്കണം, അങ്ങനെയാണ് അതിൻ്റെ വെപ്പ്. ചവിട്ട് വെപ്പ് എന്ന് ചവിട്ടി ഉറപ്പിച്ച് എന്നെ അല്ലേ? ആ, ചവിട്ടി ഉറപ്പിക്കും ഇവിടെ ഇങ്ങനെ.
ചെരുപ്പൊക്കെ മാറ്റിയിട്ട് ദൈവമേ എന്നും പറഞ്ഞ് ഉപ്പൂറ്റി വെച്ച് വിട്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും നടുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നല്ല വിരയൊക്കെ ഉണ്ട് കണ്ടോ, വിര നോക്കിക്കേ. അത് കുഴപ്പമില്ല, നല്ലതാ. വിര നല്ലതാ. അവരവർ വളം കൊടുക്കുന്നുണ്ട്, അവരൊന്നും നശിപ്പിക്കരുത്. ചവിട്ടി ഉറപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മഴ വന്നാലും കാറ്റ് വന്നു കഴിഞ്ഞാലും വെയിൽ അധികമായാലും നീ തളരരുത്, ഉറച്ചവിടെ നിന്നോണം അല്ലേ? നമുക്കൊരു തണലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ വളർത്തുന്നത്. ഉറപ്പിച്ചതിന് ശേഷം രണ്ട് സ്വല്പം മണ്ണും കൂടെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കാം. മതി 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 മതി, തേങ്ങയൊന്ന് മാന്തിപ്പുറത്ത് മതി. അങ്ങനെ നമ്മുടെ തേങ്ങ നടിയിലും കഴിഞ്ഞു. അത് തന്നെ, നമ്മുടെ തെങ്ങ് നടിയിലും കഴിഞ്ഞു. പറഞ്ഞപ്പം പഠിക്കുക. അപ്പം എല്ലാവരും ജൂൺ 5-ന് ഒരു തൈയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. ഫ്രൂട്ട്സോ അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഫലപ്രദമായ എന്തെങ്കിലും തൈകളൊക്കെ നടാനായിട്ട് ശ്രമിക്കുക, അല്ലേ വെച്ചാൽ? അപ്പം നമ്മുടെ തലമുറകൾക്കത് പ്രയോജനപ്പെടും. നമുക്ക് നമ്മുടെ മുറ്റത്ത് അധികം വെയിലില്ലാതെ നമുക്ക് വന്നിരിക്കാനും ഒരു കാറ്റ് കൊള്ളാനും ഒക്കെ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒരു തൈയൊക്കെ നടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ പല രീതിയിലുള്ള ഫലവൃക്ഷാദികൾ ഇപ്പം നമ്മളെ മിക്കുള്ള വീടുകളിലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അത് കാരണം മറ്റു കൃഷി ഇറക്കാൻ നോക്കുന്നില്ല. നമ്മുടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്, മഹാഗണിയാണ് മൊത്തം. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് സ്ഥലം മതി, ഇങ്ങനെയുള്ള മരങ്ങൾക്ക് കുറച്ച് സ്ഥലം മതി, പക്ഷേ അവർ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ഗുണമാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഒപ്പം നമുക്ക് ഫുഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പേരക്കുട്ടികൾക്ക്, ഇനി വരുവാനിരിക്കുന്ന തലമുറകൾക്ക് ഒക്കെ ഒരു ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കാം. അതും പണ്ട് പിന്നെ എത്ര ഈ ഇതുപോലുള്ള തെങ്ങിൻ്റെ മുകളിലൊക്കെ നമ്മളെ പോലുള്ളവർക്കൊക്കെ കയറാക്കുമായിരുന്നു. പക്ഷേ അവിടെ ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ഒക്കത്തില്ല. അപ്പോൾ അവർക്ക് തറയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാനുള്ള സൗകര്യം കിട്ടും. അപ്പം അത് സൂക്ഷിക്കുക. കാരണം എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നതൊപ്പം നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യത്തിനും, കാരണം വിഷമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാനായിട്ടുള്ള ഒരു വേദിയും കൂടാണ്. കാരണം നമ്മുടെ കയ്യിൽ പേരയ്ക്കയാണെങ്കിലും മറ്റുള്ള ഫ്രൂട്ട്സുകളാണെങ്കിലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെ പിന്നെ വിഷം സാധനങ്ങളൊന്നും അറിയാൻ ഒക്കത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം നമ്മൾ കഴിക്കുമ്പോൾ ആ തനതായ അതിൻ്റെ ടേസ്റ്റും വിഷമില്ലാതെയും കഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ ഗാർഡനും അതുപോലെ തന്നെ ഫ്രൂട്ട്സും മരങ്ങളും എല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഇനം ഗ്രോ ബാഗും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൃഷിയിൽ മുന്നോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ. സൈൻ ഓഫ്.